അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് കഴിഞ്ഞു, ഫങ്ഷൻ ഡെക്കറേറ്റേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാനുള്ളത് ഫങ്ഷൻ പാരാമീറ്റേഴ്സ്. ഇതുകൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആവും. അതുകൊണ്ട് അതുകൂടെ തീർത്തിട്ട് പോകാം. പിന്നെ അതിൻ്റെ കൂടെ അനോട്ടേഷൻസ് കുറിച്ച് മെൻഷൻ ചെയ്യാം. എന്തിനാണ് നിങ്ങൾ ജസ്റ്റ് അനോട്ടേഷൻസ് എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കോഡ് നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കോഡ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചാലല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴേ. അപ്പോൾ ഇന്ന് പാരാമീറ്റേഴ്സ് നോക്കാം. നമുക്ക് പാരാമീറ്റേഴ്സ് എന്താണെന്ന് നമുക്കറിയാം ഓൾറെഡി. അത് വേരിയബിൾസാണ്. ഫങ്ഷൻസിൻ്റെ വേരിയബിൾസിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വാല്യൂസാണ് റീപ്ലേസ് ചെയ്യുന്നതിനെ ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കും. സോ പാരാമീറ്റേഴ്സ് ഓഫ് വേരിയബിൾസ്. പാരാമെട്രൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കോൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിലൊരു നമ്പർ പാരാമീറ്റർ ഉണ്ട്. അറിയാം, നമ്മളുടെ ഫോൺ കോളിലെല്ലാം നമ്പർ എൻട്രി ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട്. നമ്പർ ഒന്നും എൻട്രി ചെയ്തില്ലെങ്കിൽ അത് എററാണ്, അല്ലെങ്കിൽ ഇത് ഡയൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിത് കോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫംഗ്ഷൻ കോൾ ചെയ്തില്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് സൈലൻ്റ് ആയിരിക്കും. ഒന്നുകിൽ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ കോളിംഗ് നമ്പർ, അതിപ്പോൾ ഏത് നമ്പർ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ നമ്പർ മാറ്റി, അതായത് പാരാമീറ്റർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് കോൾ മാറ്റി വിളിക്കുക. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾക്ക് പാരാമീറ്റർ എങ്ങനെ പാസ് ചെയ്യും, എന്തൊക്കെ പാരാമീറ്ററാണ് പാസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡെക്കറേറ്റേഴ്സിൻ്റെ സെക്ഷനിലൊക്കെ ഫംഗ്ഷനെ ആർഗ്യുമെൻ്റായിട്ട് വരെ പാസ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ എന്തിന് പാരാമീറ്റർ വേണ്ടി ഒരു സെക്ഷൻ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറച്ച് ഭാഗമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പൊസിഷണൽ പാരാമീറ്റേഴ്സാണ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾ ഫംഗ്ഷൻ എടുക്കാം. കോളിനകത്ത് നമ്പർ ആഡ് ചെയ്തു. അതിനുശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡയൽ കോഡ് ഇടുന്നു. നമ്മൾ പറയുകയാണ് ഡയൽ കോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റ് പാരാമീറ്റർ ഉണ്ട്, രണ്ടാമത്തത് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയും അത് പറ്റില്ല, കാരണം അത് പറ്റില്ല എന്ന് പറയും. കാരണം എന്താണ്, മിസ്സിങ് വൺ ആർഗ്യുമെൻറ്റ്, വൺ റിക്വയർഡ്. കണ്ടോ, പൊസിഷണൽ ആർഗ്യുമെൻറ്റ് നമ്മുടെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിരുന്നുണ്ട് പൈത്തൻ്റെ ഷെല്ല്. കോൾ ഈസ് മിസ്സിങ് വൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്. എന്ന് വെച്ചാൽ റിക്വയർഡ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എന്ന് വെച്ചാൽ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെന്ത് ചെയ്തു, അപ്പോൾ നമ്പറാണ് നമ്മൾ കൊടുത്തത് നമുക്കറിയാം, പക്ഷേ പൈത്തൺ നോക്കുന്നത് പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയൽ കോഡ് ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. നമ്പർ എന്ത് ചെയ്തു, നമ്പർ നമ്മളൊന്നും പാസ് ചെയ്തില്ല, ഒരു എം ടി ആണ്. അപ്പം അവർ പറയുന്നത് ഇത് റിക്വയർഡാണ്. ഈ റിക്വയർഡ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ യു വിൽ ഗെറ്റ് എൻ എറർ, ഫംഗ്ഷൻ്റെ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പറിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു വാല്യൂ കൊടുക്കുകയാണ്. അല്ല, നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നത്തെ ഞാൻ പറയുന്നു +91. എന്നിട്ട് വന്ന് കോളിംഗ് ദ നമ്പർ വിത്ത് എന്താണ്, ഡയൽ കോഡ്. ഞാനത് സ്ട്രിങ്ങിഫൈ ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്താണ് വരുന്നത്, ഡയൽ കോഡ്. അപ്പോൾ എന്താ, കോളിംഗ് ദ നമ്പർ വിത്ത് 91 എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതിനെടുത്ത് ഇപ്പുറത്തിട്ടു, അതിനുശേഷം ഇതിനെടുത്ത് ഇപ്പുറത്ത് വിട്ടു. ഏതാ 91 എന്ന് പറഞ്ഞത് ഇപ്പുറത്ത് വിട്ടു. അപ്പോൾ കണ്ട, കോളിംഗ് 91 വിത്ത് 1 2 3 4 5 6. ഇത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെയാണെങ്കിൽ കോൾ നടക്കുകയില്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ റിക്വയർഡ് പൊസിഷണൽ പാരാമീറ്റർ, അതായത് പൊസിഷണൽ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പൊസിഷനെയാണ് പ്രശ്നം, അല്ല നിങ്ങൾ കൊടുക്കുന്ന ഓർഡർ മാറ്ററാണ്. അപ്പോൾ ഇതെവിടെ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ഓഫ് ആർഗ്യുമെൻറ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻറ്റ്. നിങ്ങൾക്കറിയാം ഇതെവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. പൊസിഷണൽ ആർഗ്യുമെൻ്റ് തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സിമ്പിൾ ഫങ്ഷൻസ്, ചെറിയ പാരാമീറ്റർ മാത്രം, 1 2 പാരാമീറ്ററുള്ള സാധനത്തിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഒരെണ്ണമൊക്കെ ആണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല, പിന്നെ എളുപ്പമാണ്. ഒരെണ്ണം ഇപ്പോൾ നമ്പർ മാത്രമാണെങ്കിലും ഓക്കെ.
പൊസിഷൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞാലും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫംഗ്ഷനാലിറ്റി എൻറ്റയർലി ഇപ്പോൾ പറഞ്ഞാൽ വേറെ ആരൊക്കെയോ കോൾ ചെയ്യലല്ല, കോളിംഗ് പോലും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി മൊത്തത്തിൽ പൊളിയും. അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഒരു ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റോടെ പറഞ്ഞു പോവാം. ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയൽ കോഡ് ഇല്ല, നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡയൽ കോഡ് എന്ത് ചെയ്യാം, ഇപ്പോൾ നിങ്ങളുടെ ഇന്ത്യ ഫോൺ വാങ്ങിച്ചത് ഇന്ത്യ എന്നാണ് വാങ്ങിച്ചല്ലോ. അപ്പോൾ ഇന്ത്യൻ നമ്പറിനെല്ലാം അത് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ പറയാണ് അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ 91 ആണ് എന്ന് വെച്ചാൽ എ കീ ഡയൽ കോഡ് ഈക്വൽസ് വാല്യൂ. കീ വാല്യൂ പേരാണ്. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് കൊടുത്തു, കാരണം പ്ലസ് ഉള്ളതിൻ്റെ പേരിൽ സ്ട്രിങ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഡയൽ കോഡ് ഈസ് ഈക്വൽ ടു വാല്യൂ. അപ്പോൾ അതാണ് എൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ കീവേഡ് ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് ഇപ്പോൾ പറയുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയൽ കോഡ് 91 എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം വീണ്ടും 91 നമ്മൾ വീണ്ടും കൊടുക്കുന്നില്ല, കാരണം ഡിഫോൾട്ട് വാല്യൂ ആണ്. ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ഫോണിനകത്ത് ഓട്ടോമാറ്റിക് ഇന്ത്യൻ നമ്പേഴ്സിനെ 91 വിളിക്കണം. അപ്പോൾ പറയുന്നത് പാരാമീറ്റർ വിത്തൗട്ട് ഡിഫോൾട്ട് ഫോളോസ് എ പാരാമീറ്റർ വിത്ത് ഡിഫോൾട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പാരാമീറ്റർ കൊടുക്കുന്നതിന് കുറച്ച് ഓർഡർ ഉണ്ട്, ചുമ്മാ റാൻഡമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പറയുന്നത് വെച്ചാൽ പാരാമീറ്റർ വിത്തൗട്ട് എ ഡിഫോൾട്ട് വാല്യൂ ഷുഡ് ബി ദ ഫസ്റ്റ് ആൻഡ് ദെൻ ഷുഡ് ദ ഡിഫോൾട്ട് വാല്യൂ കം എന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യണം, തിരിച്ചിട്ട് കൊടുക്കണം എന്ന് പറയുകയാണ്. കാരണം ഈ ഓർഡറില്ല പോകുന്നത്. ആദ്യം പൊസിഷണൽ റിക്വയർഡ് പാരാമീറ്റേഴ്സിനെ നോക്കും, അതിനുശേഷം മാത്രമാണ് ഡിഫോൾട്ട് പാരാമീറ്ററിനെ നോക്കുക. ഇപ്പോൾ ഇങ്ങനെ വരുമ്പം ഓക്കെയാണ് കോളിംഗ് പ്ലസ് 91. അപ്പോൾ എന്താ, നമ്മൾ പാരാമീറ്ററിനകത്ത് കൊടുത്തില്ല, 91 ആണെന്ന് പറഞ്ഞ് കൊടുത്തില്ല സ്പെസിഫിക്കലി. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ റൺ ചെയ്തു. ഇപ്പം നമ്മുടെ എന്ത് പറയുന്നില്ല, പൊസിഷണൽ ആർഗ്യുമെൻറ്റ് മിസ്സിംഗ് ആണെന്ന് പറയുന്നില്ല, ഇറ്റ് വർക്ക്സ്. അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണ് +1 US കോൾ ചെയ്യാണ്, +1 കോൾ പോയി. ഇപ്പോൾ ഞാൻ ലാറ്റ്വിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലാറ്റ്വിയയിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ 371 വിത്ത് 371 എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഫ്ലെക്സിബിളായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈവൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യത്തില്ല, ക്രാഷ് ആവത്തില്ല, ഫംഗ്ഷൻ വിൽ എക്സിക്യൂട്ട്. ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിഫോൾട്ട് വാല്യൂസ് ഉണ്ട്, ഒന്നും എടുക്കാൻ എന്ന് വെച്ചാൽ ഓപ്ഷണൽ പാരാമീറ്റേഴ്സിനാണ് ഈ പറഞ്ഞ ഡിഫോൾട്ട് വാല്യൂസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ഡിഫോൾട്ട് വാല്യൂ ഫ്രം ദ സിസ്റ്റം. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ HTTP പോർട്ടൊക്കെ വെബ് സെർവറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 443 ആണ് HTTPSന്, HTTP പോർട്ട് 80 ആണ്. നിങ്ങൾക്ക് മറ്റൊരു പോർട്ട് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച്. അല്ലെങ്കിൽ നമുക്ക് പറയാം കസ്റ്റം പോർട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോൺഫിഗറേഷൻസ് ഉണ്ട്, അവിടെ നിങ്ങൾ പറഞ്ഞെടുക്കാം. അപ്പോഴെന്ത് ചെയ്യും, ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് പാരാമീറ്റേഴ്സിനെ ഓവർ റൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് മറ്റേ വാല്യൂവിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 പഠിച്ചു. ഒന്ന് പൊസിഷണൽ പാരാമീറ്റർ, രണ്ടാമത് ഡിഫോൾട്ട് പാരാമീറ്റർ, മൂന്നാമത്താണ് കീവേഡ് ആർഗ്യുമെൻറ്റ്. കീവേഡ് ആർഗ്യുമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊസിഷൻ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു പകരക്കാരനാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഡിഫോൾട്ട് വാല്യൂ ഒഴിവാക്കുകയാണ്, ഡയൽ കോഡ് എന്നുള്ളത്. അപ്പോൾ ഡയൽ കോഡ് എന്ന് പറഞ്ഞത് വീണ്ടും ഞാൻ അവിടെ ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്നു, നേരത്തെ പറഞ്ഞ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഡയൽ കോഡ് ഫസ്റ്റ് അപ്പോൾ റിക്വയർഡ് പാരാമീറ്ററും നമ്പർ സെക്കൻഡ് റിക്വയർഡ് പൊസിഷണൽ പാരാമീറ്ററാണ്. രണ്ടും പൊസിഷണൽ പാരാമീറ്ററാണ്, രണ്ടും റിക്വയർഡാണ്, കാരണം ഡിഫോൾട്ട് വാല്യൂ അല്ല. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, നമ്പർ കൊടുക്കുന്നു, നമ്മളെന്ത് ചെയ്യും, നമ്പർ ഓർഡറിൽ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ഒന്ന് തെറ്റിപ്പോയി, 91 ഇവിടെ കൊടുത്തു പോയി. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന വാല്യൂ തിരിച്ചു വരും. 91 കോൾ വരുന്നു, ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൊസിഷണൽ പാരാമീറ്റർ ഉപയോഗിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരാമീറ്റേഴ്സ് വളരെ ചുരുക്കമാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് പൊസിഷണൽ പാരാമീറ്റർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനം ഡിസ്ക്രിപ്റ്റീവ് ആക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം എന്ത് തരം പാരാമീറ്ററാണ് നിങ്ങൾ പാസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഒരു 10 പാരാമീറ്റർ എടുക്കുന്ന ഫംഗ്ഷനാലിറ്റി ഉണ്ട്, നമുക്കത് നോക്കാം, ഇമെയിൽ അയക്കുന്നൊരു സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും അതിനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുക്കണം. എന്താണ് നിങ്ങൾ കൊടുക്കുന്ന പാരാമീറ്റർ എന്ന് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂന്നാമത്തെ പാരാമീറ്റർ കൊടുക്കുകയാണ്, കൺട്രി. അപ്പോൾ പറഞ്ഞു ടു കൺട്രി. അപ്പോൾ ഞാൻ 3 പാരാമീറ്ററായി, ഒന്നല്ല, അപ്പം 3ലേക്ക് വന്നു. അപ്പം 3 കോംപ്ലക്സിറ്റി വന്നു. അപ്പം കൊടുക്കുന്ന പാരാമീറ്റർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൂന്നാമതായിട്ട് ഇവിടെ കൊടുക്കുന്നു, അതിവിടെയാണ് കൊടുക്കുന്നത്, കൺട്രി എന്ന് പറഞ്ഞു കൊടുത്തു. കൺട്രി ഇപ്പം ഇന്ത്യയിലേക്ക് കോൾ ചെയ്യാണ് 9 വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഔട്ട്പുട്ട് എന്താ വരുന്നത്.
അപ്പോൾ കോളിംഗ് ദ ഇന്ത്യ വിത്ത് നമ്പർ 291, സിമാൻറ്റിക്സ് തെറ്റി, സിൻറ്റാക്സ് കറക്റ്റായി. എറർ വന്നില്ല, ബട്ട് ലോജിക്കലി തെറ്റായിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, സിൻറ്റാക്സും സെമാൻറ്റിക്സും കറക്റ്റാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഫംഗ്ഷൻ ലോജിക്കലി വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ സിൻറ്റാക്സ് കറക്റ്റില്ല, അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു ഡെവലപ്പർ ഉണ്ടാവുമല്ലോ, ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആര് ഉപയോഗിക്കുന്നുള്ളതാണ്. ഇതൊരിക്കലും നമ്മുടെ എൻഡ് യൂസേഴ്സ് അല്ല ഉപയോഗിക്കുക. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇതെങ്ങനെയായിരിക്കും പാസ് ചെയ്യാൻ പറ്റുക, അതൊന്നും നിങ്ങൾ കൺസേൺ അല്ല. നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളാണ് പൈത്തൺ ഡെവലപ്പർ എങ്കിൽ പൈത്തൻ്റെ ഒരു ഫീച്ചർ നിങ്ങൾ റിലീസ് ചെയ്യാണ് പൈത്തൺ മൊഡ്യൂളായിട്ട്, നിങ്ങളുടെ മൊഡ്യൂൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഡെവലപ്പർ ആയിരിക്കും. ആ ഡെവലപ്പർക്ക് മനസ്സിലാവണം ഇത് എന്ത് തരം ഫംഗ്ഷനാണ്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഡയൽ കോഡ് എന്ന് പറഞ്ഞത് നമ്മൾ പറയുന്നത് ഇതെന്താണ്, നമ്പറാണ്. ഇതിനെയാണ് കീ വാല്യൂ പെയർസ് അല്ലെങ്കിൽ നമ്മൾ കീവേഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. കീ ആൻഡ് എ വാല്യൂ, കീവേഡ് ആർഗ്യുമെൻറ്റ്സ്. രണ്ടാമത്തെ വാല്യൂ എന്താണ്, ഇറ്റ്സ് എ കൺട്രി. മൂന്നാമത്തെ വാല്യൂ എന്താണ്, ഡയൽ അണ്ടർസ്കോർ കോഡ് ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ നമ്മുടെ എന്താണോ ഇവിടുത്തെ പാരാമീറ്റേഴ്സ്, ആ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ല, കാരണം വെച്ചാൽ നമുക്ക് കൃത്യമായ രീതിയിൽ കീ വാല്യൂ പെയർസായിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കോളിംഗ് ദ ഇന്ത്യ ആണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് വരുന്നത്, കോളിംഗ് ദ നമ്പർ വിത്ത് 91 ടു ഇന്ത്യ. കാരണം എന്താണ്, നമ്മളുടെ കീവേഡ് ആർഗ്യുമെൻറ്റ് കൃത്യമായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്തു, അവിടെ പൊസിഷൻ പ്രശ്നമല്ല. സോ ഇറ്റ് ഹാസ് റീപ്ലേസ് ദ റൈറ്റ് വാല്യൂ വിത്ത് ദി ഫങ്ഷണൽ പാരാമീറ്റേഴ്സ്. ക്ലിയറായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നത്തെ അടുത്തൊരു സിറ്റുവേഷൻ അപ്പോൾ നമ്മൾ 3 പഠിച്ചു, പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്, 2 കീവേഡ് ആർഗ്യുമെൻറ്റ്സ്, 3 ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർഗ്യുമെൻറ്റ്സ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സം എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് എന്ന് പറയത്തുള്ളൂ. എത്ര നമ്പർ ഒന്നും നമുക്കും അറിയത്തില്ല, ഫംഗ്ഷൻ എടുക്കാൻ പോകുന്ന സിസ്റ്റത്തിനും അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ആർബിട്രറി ആർഗ്യുമെൻറ്റ്സ്, നിങ്ങൾക്ക് എന്തും എടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡിഫൈൻ ചെയ്യാണ്. ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. അവിടെ ഞാൻ പറയുന്നു പ്രിൻറ്റ് സം ഓഫ് ഓൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്തോ ആവാം. പക്ഷേ നമുക്കറിയത്തില്ല എത്രയാണ് നമ്മൾ കസ്റ്റമർ എത്രയാണ് കൊടുക്കാൻ പോകുന്നത്, നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ആർക്സ്. അപ്പോൾ ആർക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ആവാം. ഇപ്പം ഇതിനകത്ത് പറയുകയാണ് നമ്പേഴ്സ് എന്ന് വിളിക്കാം, നെയിംസ് എന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്പേഴ്സ് എന്ന് വിളിക്കുകയാണ്. നമ്പേഴ്സ് വിത്ത് ആസ്റ്ററിക്സ്. ആസ്റ്ററിക്സ് പറയുന്നത് എന്താ വെച്ചാൽ വൈൽഡ് കാർഡാണ്, എന്തും എടുക്കാം, എനി നമ്പർ ഈസ് ഫൈൻ എന്ന് ഞാൻ പറഞ്ഞെടുക്കാം. അപ്പോൾ സം എടുക്കുന്നത് നമ്പേഴ്സിൻ്റെ കേസിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വി സേ എൻ്റർ ദി നമ്പേഴ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ കോൾ ചെയ്യാണ്, ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സോ ഇറ്റ് വിൽ പ്രിൻറ്റ്. അപ്പോൾ എന്താണ്, നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടില്ല, 0 ആണ്, കറക്റ്റാണ്. കാരണം എന്തത്, അപ്പോൾ നമ്മൾ എന്താ, റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെൻ്റ് അല്ല, ആർബിട്രറി ആണ്. നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുത്താലും കുഴപ്പമില്ല, ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3 നമ്പർ കൊടുക്കണം, 1 2 3, 6 ഉത്തരം കിട്ടേണ്ടത്. സോ വിൽ ഗെറ്റ് 6 ബാക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ എറർ വന്നിട്ടില്ല, പൊസിഷൻ ആർഗ്യുമെൻറ്റ് ചോദിക്കുന്നില്ല, റിക്വയർഡ് ആർഗ്യുമെൻറ്റ് ചോദിക്കുന്നില്ല, ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്രാഷ് ആവാതെ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ വാല്യൂസ് ട്യൂപ്പിളായിട്ടായിരിക്കും കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ് പ്രിൻറ്റ്, ഇവിടെ പറയുകയാണ് പ്രിൻറ്റ്, എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ദി ആർഗ്യുമെൻറ്റ്സ് ആർ. അപ്പോൾ ഞാൻ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാൻ വേണ്ടി എടുക്കുകയാണ്. ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് ഏത് ഡേറ്റ ടൈപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇതിനകത്ത് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് നമ്പേഴ്സ് എന്താണെന്ന് കാണിച്ചു തരണം എനിക്ക്. സോറി, ഇവിടെ അല്ല തീരേണ്ടത്, ഇവിടെയാണ് തീരേണ്ടത്. അപ്പോൾ നമ്മളെന്താ 3 നമ്പറിൽ കൊടുത്തത്, അപ്പോൾ 3 നമ്പറിനെ ട്യൂപ്പിളായിട്ട് കാണിക്കണം. സോറി, ഒരെണ്ണം കൂടിപ്പോയി, വന്നപ്പോൾ എല്ലായിടും വന്നു. ഓക്കെ, അപ്പോൾ എന്താ, ദി ആർഗ്യുമെൻറ്റ്സ് ആർ നോട്ട് അറ്റ് എ ലിസ്റ്റ്, അത് ട്യൂപ്പിളാണ്. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പോയി ആർഗ്യുമെൻറ്റ്സിൽ മാറ്റം വരുത്താം. അപ്പോൾ എന്തായത്, ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റ്സിലേക്ക് സ്റ്റോർ ആവുന്നത് എങ്ങനെയാണ്, ട്യൂപ്പിളായിട്ടാണ്. സോ വി ഗോട്ട് ട്യൂപ്പിൾ ബാക്ക്.
ഇതുപോലെ തന്നെയുള്ളൂ കീവേഡ് ആർഗ്യുമെൻറ്റ്സും. കീവേഡ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർബിട്രറി ആയിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി എ കീവേഡ് ആർഗ്യുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ എന്താ നെയിംസ് എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ്, പ്രിൻറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞല്ലോ കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇതാണ്ട് ഇതിൻ്റെ കോമൺ ഫോർമാറ്റ് ഇത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ എന്തും ആക്കാം. ഇവിടെ നിങ്ങൾ പറയുന്നു ഹെഡേഴ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽസ്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കി അത് കീവേഡ് ആർഗ്യുമെൻ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ 2 ആസ്റ്ററിക്സ് വെച്ചിട്ട്, അല്ലാതെ KWRX വെച്ചിട്ടല്ല. ഒരു സിംഗിൾ ആസ്റ്ററിക്സ് ആണെങ്കിൽ അതിനെ പറയുന്നു ആർഗ്യുമെൻ്റ്, ആർബിട്രറി ആർഗ്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തും ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കാം, പക്ഷെ അത് നോട്ട് കീ വാല്യൂ പെയർ അല്ല. എന്നാൽ 2 സ്റ്റാർ കൊടുത്താൽ അത് പ്രൊഫൈലാണ്, അത് ഒരു കീ വാല്യൂ പെയർ ആണ്. അങ്ങനെ തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു പ്രിൻ്റ് പ്രൊഫൈൽസിനകത്ത് എന്താണ് കൊടുത്തതെന്നുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം, എന്തേരം ഡേറ്റ ടൈപ്പ് ആണെന്ന്. ഇപ്പോൾ ഞാൻ അന്നേരം പറയുകയാണ്, ഓക്കെ നെയിം എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? പൊസിഷണൽ ആർഗ്യുമെൻറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നമ്പേഴ്സ് കൊടുക്കുകയാണ്. 1 2 3 എന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് എന്താ കിട്ടുക നോക്കാം. കണ്ടോ, എറർ എന്താണ്? ടൈപ്പ് എറർ ആണ്. ദ നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ടേക്സ് 0 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ്. പൊസിഷണൽ ആർഗ്യുമെൻ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് അങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി അല്ല ആ ഫംഗ്ഷൻ ഉള്ളത്. ബട്ട് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആർഗ്യുമെൻറ്റ്സ് വേണ്ടേ അന്നേരം? പക്ഷേ പൊസിഷണൽ ആർഗ്യുമെൻ്റ് അല്ല ആൾക്ക് വേണ്ടത് കീവേഡ് ആർഗ്യുമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഡിക്ഷണറി ആയിട്ടാണ്. എന്ന് വെച്ചാൽ നെയിം ഈസ് ഈക്വൽ ടു അബു ഹാരിസ്, ഏജ് എന്ന് പറഞ്ഞത് ഒരു വാല്യൂ ആണ്. നമുക്ക് നോക്കാം എന്താ വരുന്നത്. പൊസിഷണൽ ആർഗ്യുമെൻറ്റ്, സോറി ഞാൻ ഡിക്ഷണറിയുടെ ഫോർമാറ്റിലാണ് കൊടുത്തത്, അതിൻ്റെ പേരിൽ ഞാനത് ഏജ് ഈസ് ഈക്വൽ ടു 12 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ആർഗ്യുമെൻ്റ് എന്താണ്? ഒരു ഡിക്ഷണറി ആയിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ട്യൂപ്പിളാണ് നമ്മുടെ ആർബിട്രറി ആർഗ്യുമെൻറ്റ്സിൽ. ഇത് കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിൽ അതൊരു ഡിക്ഷണറിയാണ്. യു ക്യാൻ ഗീവ് അപ്പ്. ഇത് ഈക്വൽ സൈൻ വെച്ച് കൊടുക്കാം. ഞാനത് കോളനായി കൊടുക്കട്ടെ, എന്താണ് വരിക നോക്കട്ടെ. ഞാനും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ സിൻറ്റാക്സ് എററാണ്. അപ്പം കീവേഡ് ആർഗ്യുമെൻറ്റ്സിനകത്ത് എപ്പോഴും ഈക്വൽ സൈൻ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ കീ വാല്യൂ പെയർ. അപ്പം വേരിയബിൾ ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ വേരിയബിൾ ഡെഫിനിഷൻ ഓർത്താൽ മതി. വേരിയബിൾ ഈസ് ഈക്വൽ ടു വാല്യൂ എന്നുള്ള ഫോർമാറ്റിൽ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് കൊടുത്താലും എന്തിന് ആർബിട്രറി കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എടുക്കും. അപ്പോൾ കീ വാല്യൂ പെയർസ് ആയിട്ട്. അപ്പോൾ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിതിനെ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം. കീവേഡ് ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നതിനൊരു പ്രശ്നമില്ല, പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രോഡ് ഓപ്പറേഷൻ ഇൻ ഡിക്ഷണറി നിർബന്ധമായിട്ടും പഠിക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഫയലിനെ റീഡ് ചെയ്യുക. കാരണം നമുക്ക് പറഞ്ഞു കീ ഉണ്ട്, വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ആ ഒരു സാധനം പഠിക്കണം നമ്മളുടെ എങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രൊഫൈൽ ഡോട്ട് ഐറ്റംസ് എന്നൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഐറ്റംസ് എന്നൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അപ്പോൾ അതെന്താ തിരിച്ചു തരാൻ നോക്കാം. അപ്പോൾ നമ്മളെന്താ ഐറ്റംസ് എന്തൊക്കെയാണ്? നെയിമും അബു ഹാരിസ് എന്ന് പറഞ്ഞൊരു ട്യൂപ്പിളുണ്ട്, ഏജ് 12 എന്ന് പറഞ്ഞ മറ്റൊരു ട്യൂപ്പിളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലമെൻറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്യും? എലമെൻറ്റ്സിനെ എല്ലാം കൂടെ ചേർത്തിട്ട് അവർ എന്ത് ചെയ്യും? വീണ്ടും ട്യൂപ്പിളാക്കി ലിസ്റ്റ് ഓഫ് ട്യൂപ്പിളായി പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിനകത്ത് ക്രെഡ് ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം പ്രിൻറ്റ് അല്ല, വീണ്ടും ഇറ്ററേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ കീ വാല്യൂ ഇൻ, നേരത്തെ പറഞ്ഞ മെമ്പർഷിപ്പ് ഓപ്പറേഷൻ പറയേണ്ടി വരും. അപ്പോൾ എന്താണ്? പ്രൊഫൈൽസ് ഡോട്ട് ഐറ്റംസിനകത്ത് കീ വാല്യൂ പെയർ ഉണ്ടെങ്കിൽ പ്രിൻറ്റ് പ്രിൻറ്റ് എന്താണ്? കീ എന്ന് പറഞ്ഞ വേരിയബിളിനെ പ്രിൻറ്റ് ചെയ്യുക. എഫ് സ്ട്രിങ് ആണത്. എന്തെയ്യുന്നു? വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രൊഫൈൽസ് എന്നായിരുന്നു, പ്രൊഫൈലല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സാധനത്തെ പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഡിക്ഷണറിയുടെ മേത്ത് കാണണം. ഡിക്ഷണറിക്കകത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ കീ വാല്യൂ പെയർസിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതിൻ്റെ മെത്തേഡ്സ് നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഫൈൽസ് എന്ന് പറഞ്ഞത് ഒരു ഡിക്ഷണറിയാണ്. ഡിക്ഷണറിയുടെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ്സിനകത്ത് നമ്മൾ എടുക്കുന്ന വാല്യൂസിനെ കീയിലേക്കും വാല്യൂയിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അതിനെ റെസ്പെക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിൻറ്റ് ചെയ്യുന്നു. ഇത് ഡിക്ഷണറിക്കകത്ത് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ കാര്യം. അപ്പോൾ ഇതിനകത്ത് ആർഗ്യുമെൻറ്റ്സ് എന്താ ഇത്തരം കാര്യം പറയുമെങ്കിലും നമുക്ക് ഇത്തരം പറഞ്ഞ് നമ്മൾ ഓരോന്നും കൊടുത്തു പോയാൽ എന്നാൽ നമുക്ക് ഇതിനെ എല്ലാം മിക്സ് ചെയ്യാൻ പറ്റും.
Even you have given many ways to pass the diagram, you can still mix types in single function. ഒരു ഫംഗ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാം, എന്തൊക്കെ വേണം. ബട്ട് ഓർഡർ മാറ്റേഴ്സ്, നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം കൊടുക്കേണ്ടത് പൊസിഷണൽ പാരാമീറ്റേഴ്സാണ്. രണ്ടാമത് കൊടുക്കേണ്ടത് ഡിഫോൾട്ട് പാരാമീറ്റേഴ്സാണ്. മൂന്നാമത് ആർബിട്രറി ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ആർബിട്രറി ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന എല്ലാം ആർബിട്രറി ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പം നാലാമതായിട്ട് വരുമ്പോൾ നമ്മളെന്താ കീ ഉള്ളി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒരു കീവേഡ് ആർഗ്യുമെൻറ്റ് പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ പൊസിഷണൽ പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കീ ഉള്ളി പാരാമീറ്റർ ആയിട്ട് കൊടുക്കണം. അവസാനം വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, കീവേഡ്. അപ്പം അവസാനമാണ് കീവേഡ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ പൊസിഷണൽ പാരാമീറ്റർ ഉണ്ടെന്ന് ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എറർ കിട്ടും. ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് കൊണ്ട് കൊടുത്താലും പ്രശ്നമാകും. നേരത്തെ പറഞ്ഞ പോലെ ഡിഫോൾട്ടും പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ തന്നെ നമുക്ക് ഇഷ്യൂ വന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും 5 തരം ഡേറ്റ ടൈപ്പ് ഉണ്ടാകും, പൊസിഷൻ ആർഗ്യുമെൻറ്റ് ടൈപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എറർ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു എറർ വരുന്നുണ്ടെങ്കിൽ, അതായത് ഡിഫോൾട്ട് പാരാമീറ്റർ ഷുഡ് ഫോളോ എന്നൊക്കെ പറയുന്ന പോലെ എറർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ആർഗ്യുമെൻറ്റിൽ എവിടെയോ പ്രശ്നം വന്നിട്ടുണ്ട് ആ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതിനകത്ത്. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കാം. ഒരു ഇമെയിൽ അയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം. സെൻഡ് ആൻ ഇമെയിൽ. നമുക്ക് 2 എന്ന് പറഞ്ഞ ഫസ്റ്റ് പാരാമീറ്റർ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ബോഡി എന്താണ് ഒരു ഡിഫോൾട്ട് പാരാമീറ്ററാണ് എന്ന് പറയാൻ. നമുക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ജസ്റ്റ് ബോഡിയില്ല അയക്കും, നോ കണ്ടന്റ് എന്ന് പറഞ്ഞ് അയക്കും. നമുക്ക് എന്ത് ചെയ്യും, അതിനകത്ത് മൾട്ടിപ്പിൾ അറ്റാച്ച്മെൻറ്റ്സ് നടത്താൻ പറ്റും, മൾട്ടിപ്പിൾ ഫയൽസ് അറ്റാച്ച് ചെയ്യാം. അത് ആർബിട്രറി ആർഗ്യുമെൻ്റ് ആണ്. അതേപോലെ തന്നെ പ്രയോറിറ്റി ഈസുകൾ നോം. നമ്മൾ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ബോഡി ഈസുകൾ കണ്ടന്റ് ഉണ്ട്, പ്രയോറിറ്റി ഈസുകൾ നോർമൽ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വിചാരിക്കുമ്പോൾ ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് ആണ്, ശരിയാണ്, കറക്റ്റാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ആർബിട്രറി ആർഗ്യുമെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇനി വരുന്ന എല്ലാം നമുക്ക് പൊസിഷണൽ ആർഗ്യുമെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കീ കൊടുക്കണം കൃത്യമായിട്ട്. എന്താണ് ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ആർബിട്രറി ആർഗ്യുമെൻറ്റ് എവിടെ വെച്ച് തീരുന്നു എന്ന് അറിയണ്ടേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാം ആർബിട്രറി ആർഗ്യുമെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് പാസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊസിഷണൽ ആർഗ്യുമെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് സ്പെസിഫൈ ദ കീ ഫോർ ദാറ്റ് ആർഗ്യുമെൻറ്റ്. അതുകൊണ്ട് അത് കീ വാല്യൂ പെയർ അല്ല, കീ ഒൺലി ആർഗ്യുമെൻ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെഡേഴ്സ് എന്ന് പറഞ്ഞത് മറ്റുള്ളൊരു കീവേഡ് ആർഗ്യുമെൻ്റ് ആണ്. അത് നമ്മളെന്ത് ഡിക്ഷണറിയിലാണ് പാസ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ഞാൻ പറയുന്നു നമുക്കൊരു മെയിൽ അയക്കണം. മെയിൽ കണ്ടൻറ്റ് ഞാനിങ്ങനെ ഉണ്ടാക്കി എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യുന്നു, ഇമെയിൽ സെൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ സെൻഡ് ഇമെയിലിനകത്ത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്സാണ്, ആലിസിന് അയക്കാൻ പോവാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് റിമൈൻഡർ ആണ്. കാരണം നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ പൊസിഷൻ മാറ്റേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ സാധനം മാറും. ടു അഡ്രസ്സ് സബ്ജക്റ്റ് ആവും, മറ്റേത് ടു അഡ്രസ്സ് ആവും. പിന്നെയുള്ളത് ബോഡിയാണ്, എന്ത് തരം കണ്ടൻറ്റാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഡിഫോൾട്ട് വാല്യൂ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇറ്റ് വിൽ ടേക്ക്. അത് നമുക്ക് നോക്കാം, അത് ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കസ്റ്റം ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഡോണ്ട് ഫോർഗെറ്റ് യുവർ മീറ്റിംഗ് ടുമോറോ. അതിനുശേഷം അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആർഗ്യുമെൻ്റ് ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കോമൺ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കുക ഏതാണ് ഇതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊസിഷണൽ ആർഗ്യുമെൻറ്റ് ഷുഡ് കം ഫസ്റ്റ് എന്ന് പറഞ്ഞത്. ആദ്യം പൊസിഷണൽ ആർഗ്യുമെൻറ്റ് കഴിഞ്ഞിട്ടേ അടുത്തേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതെന്താ, ഇത് പൊസിഷനാണ്, ഇത് പൊസിഷനാണ്, ഇത് ഡിഫോൾട്ടാണ്, ഇത് ആർബിട്രറി ആർഗ്യുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എന്താ, ഈ പറഞ്ഞ 2 സാധനത്തിനെടുത്ത് ഒരെണ്ണത്തിലേക്ക് അങ്ങ് ഇട്ടു. അപ്പം പിന്നെ പറയാണ്, അപ്പം നമ്മൾ വിചാരിക്കും, അപ്പം നമ്മൾ വീണ്ടും ഒരു ഹൈ അങ്ങ് കൊടുക്കുകയാണ്. അപ്പം agenda.pdf കൊടുത്തു, ലൊക്കേഷൻ PDF കൊടുത്തു, പിന്നെ ഒരു ഹൈ കൊടുത്തു, പ്രയോറിറ്റി കൊടുത്തില്ലെന്ന് വെച്ചോ. അപ്പോൾ എന്താ, അതിനെ അറ്റാച്ച്മെൻറ്റിൻ്റെ ആർബിട്രറി ആർഗ്യുമെൻറ്റിലേക്കാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആർബിട്രറി ആർഗ്യുമെൻറ്റ് എവിടെ കഴിയുന്നു അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കീ ഉള്ള ആർഗ്യുമെൻറ്റ് കൊടുക്കണം. അതായത് നിങ്ങൾ ആ കൊടുക്കാൻ പോകുന്നതിൻ്റെ കീ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഇതിനെയും കൂടി എടുത്ത് ആർബിട്രറി ആർഗ്യുമെൻറ്റിലേക്ക് ഇടും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി തന്നെ മാറിപ്പോകും. അതിന് ശേഷം വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കീവേഡ് ആർഗ്യുമെൻറ്റ്. അതിന് നമ്മൾ നേരത്തെ കൃത്യമായ ഒരു കീ കൊടുത്തിട്ടുണ്ട്, ഈക്വൽസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കീവേഡ് ആർഗ്യുമെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എന്താണ്, നമ്മളിവിടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രയോറിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് പ്രയോറിറ്റി 1 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം ഈ ഒരു വാല്യൂ നോർമൽ ആയിരിക്കും. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഞാനൊരു മെയിൽ അയക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെൻഡ് ഇമെയിൽ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. കാരണം റിട്ടേൺ, അപ്പോൾ ഞാൻ റിട്ടേൺ എന്ന് പറയുന്നത് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഐ ആം ഗോയിങ് ടു പ്രിൻറ്റ് ദ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും സേവ് ചെയ്തിട്ട് വീണ്ടും ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഞാൻ എന്ത് ഫംഗ്ഷനാലിറ്റി തന്നെ ഞാൻ പ്രിൻറ്റ് ചെയ്യാണ്. ഇവിടെ എറർ വന്നല്ലോ, പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മൊത്തം കളയാണ്. ഓക്കെ, സോ വാസ് ക്ലോസ്ഡ്. സോ ഇവിടെ തുടങ്ങി, എവിടെ തീർന്നത്, ലൈൻ 44 പ്രിൻറ്റ്, കുഴപ്പമില്ല.
ഞാനത് റിട്ടേൺ തന്നെ ചെയ്തോളാം, കുഴപ്പമില്ല. റിട്ടേൺ. അതിനുശേഷം എന്താണ്, സെൻഡ് ഇമെയിൽ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ പറയുന്നു പ്രിൻറ്റ് സെൻഡ് ഇമെയിൽ. റിട്ടേൺ ചെയ്യാനുള്ള പ്രശ്നം ഞാൻ പിന്നെ മാറ്റാൻ നിൽക്കണം. പക്ഷെ ഇതെവിടെ തീർന്നത് എനിക്കൊരു പിടുത്തമില്ല. ഓക്കെ, സ്റ്റോപ്പ് പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തീർക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, സെൻഡിങ് ഇമെയിൽ ടു ആലിസ് കറക്റ്റ് ആണല്ലോ. റിഗാർഡിങ് എ മീറ്റിംഗ് റിമൈൻഡർ വിത്ത് ദ മാറ്റർ ഡോണ്ട് ഫോർഗെറ്റ് അവർ നെക്സ്റ്റ് മീറ്റിംഗ് ടുമോറോ ആൻഡ് ദി അജണ്ട ആൻഡ് ദി എന്താണ് ആൻഡ് വിത്ത് അറ്റാച്ച്മെൻറ്റ്സ്. ഞാൻ ജസ്റ്റ് മീനിങ് ഒക്കെ മാറ്റാം. വിത്ത് attachments. With level high the email headers are okay. അപ്പോൾ ഞാൻ പറയാണ്, ഓക്കെ, സെൻഡിങ് ഇമെയിൽ ടു ആലിസ് റിഗാർഡിങ് മീറ്റിംഗ് റിമൈൻഡർ ഡോണ്ട് ഫോർഗെറ്റ് അവർ മീറ്റിംഗ് ടുമോറോ ആൻഡ് വിത്ത് അറ്റാച്ച്മെൻറ്റ്സ് അജണ്ട PDF ലൊക്കേഷൻ. കണ്ടോ, ഇത് കണ്ടോ, ട്യൂപ്പിളിലേക്ക് മാറി, കണ്ടോ, ട്യൂപ്പിളാണ്. അപ്പോൾ ലിസ്റ്റ് അല്ല എന്ന് പറയാൻ കാരണം അത് ഇനി മെയിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് മാറ്റം വരുന്നത്, റിസീവ് ചെയ്ത ആൾക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്തു, ട്യൂപ്പിളാണ്, മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യം ട്യൂപ്പിൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ആർബിട്രറി ആർഗ്യുമെൻറ്റിലേക്ക് എന്തുകൊണ്ട് റിട്ടേൺ വാല്യൂ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഹൈ പ്രയോറിറ്റി ആൻഡ് ഇറ്റ്സ് പ്രയോറിറ്റി വിത്ത് പറയുന്ന പ്രയോറിറ്റി ലെവൽ ഈസ് ജസ്റ്റ് മീനിങ് ഫുൾ ആക്കാണ്. പറയാണ് ആൻഡ് ഇറ്റ്സ് പ്രയോറിറ്റി ലെവൽ ഈസ് ഹൈ ദ ഇമെയിൽ ഹെഡേഴ്സ് ആർ. അപ്പം ഞാൻ ഐറ്റംസ് മാത്രമല്ല അതിനകത്ത് ഞാൻ എന്ത് വാല്യൂസിന് എടുക്കുന്നു. അപ്പോൾ വാല്യൂസിന് എടുത്താൽ മതിയല്ലോ നമുക്ക്. അപ്പോൾ വാല്യൂസ് എന്താണ്, ബോബ് അറ്റ് എക്സാമ്പിൾ ഐറ്റംസ് തന്നെ കൊടുക്കുക അല്ലേ. കാരണം നമ്മൾ ഹെഡേഴ്സ്, അത് ഹെഡേഴ്സ് എന്ന് പറയുമ്പോൾ HTTP അതിലേക്ക് വരുന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പം നമ്മളുടെ ഇമെയിൽ ഓക്കെയാണ്. കാരണം നമ്മൾ എന്ത് ഐറ്റംസ് CC പറഞ്ഞു, അതൊരു ട്യൂപ്പിളാണെന്ന് പറഞ്ഞു, ലിസ്റ്റ് ഓഫ് ട്യൂപ്പിൾസ് കിട്ടി. ഓക്കെ, ദാറ്റ് വർക്ക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടുന്ന് പ്രയോറിറ്റി ഒന്ന് കട്ട് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഇത് 2 ആണ്, സബ്ജക്റ്റ് ആണ്, ഇത് ബോഡിയാണ്, അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു അറ്റാച്ച്മെൻറ്റ്സ് ഇല്ലെങ്കിൽ അടുത്ത ഒരു പൊസിഷണൽ ആർഗ്യുമെൻറ്റ് വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ പൊസിഷണൽ ആർഗ്യുമെൻറ്റ് ഇപ്പം നമുക്ക് എന്താ ഇവിടെ കിട്ടിയേക്കുന്നത്, ഹൈ അല്ലേ. ലെറ്റ്സ് സീ വാട്ട് വി വിൽ ഗെറ്റ്. ഇപ്പം നോർമലായി. കാരണം എന്താണ്, നമ്മളുടെ ഈ ഒരു സാധനത്തിനെ ഡിഫോൾട്ട് ആർഗ്യുമെൻ്റായിട്ട് എടുത്തേക്കുന്നത്, ബാക്കി എല്ലാത്തിനെയും എന്താ ചെയ്തു, ഇതിലേക്ക് ഇട്ടു. കൺഫ്യൂഷൻ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നമുക്കിത് വരണ്ടായിരുന്നു പറഞ്ഞിട്ടാണ് ഹൈ കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹൈന് വേണ്ടിയിട്ട് അവിടെ സ്പെസിഫിക് ആയിട്ട് കീ ഉള്ളി ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും, ആർഗ്യുമെൻറ്റ്സിലേക്കാണ് പാസ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഹൈ ഈസ് എൻ അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ ഒരു സാധനം അറ്റാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ ഒരു ഫങ്ഷണാലിറ്റി എറർ വന്നു. അതുപോലെ നമ്മുടെ പ്രയോറിറ്റി ലെവലിലൊരു മാറ്റം വന്നു. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊരു മാറ്റമാണ്. എന്ന് വെച്ചാൽ ഒരു സംഭവം ഇമെയിലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം പറയും ഇമെയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഹൈ എന്ന് പറയുന്ന സാധനം ഒരു ഫയലില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു ബാക്കി എന്താണ് നമ്മളുടെ ബോഡി കണ്ടൻറ്റ്. ഇപ്പം ഞാനെന്ത് കണ്ടൻറ്റിനെ മാറ്റി കൊടുക്കണം, കട്ട് ചെയ്യണം. അപ്പോൾ കണ്ടൻറ്റ് ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം നമുക്ക് കണ്ടൻറ്റ് എഴുതി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പറയുന്നു സെൻഡിങ് എൻ ഇമെയിൽ വിത്ത് ദ മാറ്റർ റിഗാർഡിങ് മീറ്റിംഗ്. എന്ത് ഓക്കെ, റിഗാർഡിങ് സബ്ജക്റ്റ് കൊടുത്ത് മീറ്റിംഗ് അജണ്ട വിത്ത് ദി മാറ്റർ അജണ്ട വിത്ത് എവിടെ ടു സബ്ജക്റ്റ് വിത്ത് മാറ്റർ അജണ്ട. സോറി, പിന്നീട് ഡിഫോൾട്ട് വാല്യൂ എടുത്തിട്ടില്ല. ബോഡി ഈസ് ഈക്വൽ ടു വിത്ത് മാറ്റർ ബോഡി. ബോഡിയിൽ വാല്യൂ ഉണ്ടല്ലോ, അത് പാസ് ചെയ്ത് കിട്ടിയില്ലേ. വിത്ത് ദി മാറ്റർ ബോഡി അത് വന്നില്ലല്ലോ. ഓ സോറി, നമ്മളെന്ത് ചെയ്തു, ബോഡി എന്ന് പറഞ്ഞ് പാസ് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെ എന്ത് ചെയ്തു, അജണ്ട .pdf അറ്റാച്ച്മെൻറ്റ്സ് ലൊക്കേഷൻസ് മൊത്തത്തിൽ മാറി. അതായത് ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തിയപ്പോഴത്തേക്ക് എല്ലാം പാളിയെന്നേ. വിത്ത് മാറ്റർ അജണ്ടയായി ആൻഡ് വിത്ത് ദി അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ഉണ്ടോ,
ആ ഒരു ഈ ഒരു പോളിസി, അതായത് ഹൈറാർക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രയോറിറ്റീസ് ഓഫ് യൂസിങ് ദി ആർഗ്യുമെൻറ്റ് നിങ്ങൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പണി കിട്ടും. ഇപ്പം മാറ്റർ അജണ്ട PDF ആയി, അതിനുശേഷം പറഞ്ഞ് വിറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ഇവിടെ വന്നു, ഒരു അറ്റാച്ച്മെൻറ്റേ ഉള്ളൂ, മറ്റേത് പോയി എന്ന് വെച്ചാൽ മൊത്തത്തിൽ പാളി എന്ന് പറയാം, ഉള്ളത് പറയാമല്ലോ, മൊത്തത്തിൽ പൊളിഞ്ഞ്. എന്ന് വെച്ചാൽ ഇതിനെയും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ ഈ കൊടുത്തതിന് എന്ത് ചെയ്തു, ബോഡിയിലേക്ക് എടുത്തു, അതിനുശേഷം അറ്റാച്ച്മെൻറ്റുള്ള ആർഗ്യുമെൻറ്റിനെ ഒരെണ്ണം മാത്രമായിട്ട് മാറ്റി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എറർ. അപ്പോൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ ഹൈറാർക്കി ഫോളോ ചെയ്തില്ലെങ്കിൽ വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും കോഡിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ചെല്ലുമ്പോൾ ഈ ഇമെയിൽ അയക്കൽ മാത്രമല്ല, വേറെ എന്തൊക്കെയുണ്ട്, മെഷീൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, മെഷീൻ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നം വരാം. സോ ദി ഓർഡർ മാറ്റേഴ്സ്, അത് പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ആർഗ്യുമെൻ്റ് എല്ലാം കൊടുത്തു, പക്ഷേ എൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങളിത് ആദ്യം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്താണ് നമ്മളുടെ അനോട്ടേഷൻസ്. Annotations in Python allow you to attach metadata, usually type hints to function parameters and return value. Annotation എന്ന് പറഞ്ഞാൽ മെറ്റാഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സാധനത്തിനെ വീണ്ടും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെറ്റാഡേറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി കാണുന്ന ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇപ്പോൾ കുറേ കഴിഞ്ഞു, അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എക്സാമ്പിൾസ് എടുത്ത് നോക്കും, മറ്റുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് റേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പിന്നെയും ഇങ്ങനെ തല പെരിക്കുന്ന രീതിയിൽ കാണും ഓരോ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനോട്ടേഷൻ പറയുന്നത്. നിങ്ങൾ എഴുതണമെന്നില്ല, പക്ഷേ ബെസ്റ്റ് പ്രാക്ടീസാണ്. എപ്പോഴും അനോട്ടേഷൻസ് എഴുതി പോയിക്കഴിഞ്ഞാൽ നല്ലൊരു ഡെവലപ്പർ ആവാം. അതിപ്പോൾ നമ്മൾ മെറ്റഡേറ്റ ആഡ് ചെയ്യുന്നു, എന്താണ് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്ററിൻ്റെ മെറ്റഡേറ്റ, അത് നിർബന്ധമൊന്നുമില്ല, അത് ഫോഴ്സ്ഫുൾ അല്ല. എന്ന് വെച്ചാൽ നിങ്ങളത് ഓപ്ഷനിലാണ്, നിങ്ങൾ കൊടുത്താലും ഇല്ലെങ്കിലും കോഡ് റൺ ചെയ്യും. നിങ്ങളോട് ആരും ചോദിക്കത്തില്ല ഇത് കൊടുത്തില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സാധനം തെറ്റിപ്പോയല്ലോ എന്ന് ആരും പറയില്ല. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ്ലി യൂസ് ഫോർ ടൈപ്പ് ചെക്കിങ്. നിങ്ങൾ കൊടുത്ത ടൈപ്പ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് ചില ടൂളുകൾ. അപ്പോൾ പൈത്തൺ ചില ടൂളുകളൊക്കെ സിൻറ്റാക്സ് ചെക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ ID സപ്പോർട്ട്, നിങ്ങൾ IDയിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഓട്ടോ കംപ്ലീഷൻ തരും. അതേപോലെ ലിൻറ്റിങ്, നിങ്ങൾക്ക് തന്നെ കോഡിനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കി വാല്യൂസിനെ പാസ് ചെയ്യാൻ പറ്റും. റൺ ടൈം ഇൻട്രോസ്പെക്ഷൻ, നമ്മൾ ചില ഫ്രെയിം വർക്ക്സിൽ അനോട്ടേഷൻസിൻ്റെ എന്താ പറയുക വാല്യൂ നോക്കിയിട്ടായിരിക്കും അവിടെ അത് റിസൾട്ട് റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫെയിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ ഫെയിൽ ആവുക, എന്നിട്ട് അവരുടെ അടുത്ത് കറക്റ്റ് ചെയ്യാൻ പറയുക, എന്നിട്ട് വന്നിട്ട് റെസ്പോൺസ് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫെയിൽ ചെയ്യുന്നത് ഇവിടെ അനോട്ടേഷൻസ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് തരണം. അപ്പോൾ റിസൾട്ടിലല്ല പ്രശ്നം, നിങ്ങളുടെ അനോട്ടേഷൻസിലാണ് അല്ലെങ്കിൽ പാരാമീറ്ററിലാണെന്ന് പ്രശ്നം പറയുന്നത്. ഫാസ്റ്റ് API പോലുള്ള API സർവീസ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ API സർവീസ് യൂസസ് റൺ ടൈം ടു അണ്ടർസ്റ്റാൻഡ് റിക്വസ്റ്റ് ബോഡി ആൻഡ് റെസ്പോൺസ് സ്ട്രക്ചർ. എങ്ങനെ കൊടുക്കണം, എന്താണ് കിട്ടിയതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും റെസ്പോൺസ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ API സർവർ, ഫാസ്റ്റ് API അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അനോട്ടേഷൻസ് ആർ യൂസ്ഫുൾ ഇൻറ്റേർണൽ റൗട്ടിംഗ്. പറഞ്ഞ പോലെ ചില ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അനോട്ടേഷൻസ് വഴിയായിട്ട് ഓട്ടോമാറ്റിക്കലി റൗട്ട് ചെയ്യാം. നമ്മൾ പ്രത്യേകമായിട്ട് എഴുതണ്ട, ആ കോഡിനകത്ത് പറഞ്ഞു കൊടുത്താൽ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് എഴുതി കഴിഞ്ഞാൽ മറ്റേതിനെ കോൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ റൗട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരാൾ കോഡ് എഴുതാൻ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. നിങ്ങൾ ഒരു ഡെവലപ്പറാണ്, നിങ്ങൾ പോയി അടുത്ത റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് എങ്ങനെ എഴുതിയിരുന്നോ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഈ പറഞ്ഞ അനോട്ടേഷൻസ്. വേറെ അയാൾക്ക് വേറെ എക്സ്ട്രാ ഡെഫിനേഷൻസോ അല്ലെങ്കിൽ വേറെ കയറ്റിയുടെ ആവശ്യമൊന്നുമില്ല. കയറ്റി എന്ന് പറഞ്ഞാൽ നോളജ് ട്രാൻസ്ഫറാണ്, വേറെ കയറ്റിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് വന്ന് നേരെ അടുത്ത ദിവസം പണി തുടങ്ങാം. അതാണ് നമ്മൾ ഈ പറഞ്ഞ ഓഡിറ്റിങ്. പിന്നെ നിങ്ങൾക്ക് കസ്റ്റം ലോജിക്ക് എഴുതുകയാണെങ്കിൽ കസ്റ്റം അനോട്ടേഷൻസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ടൈപ്പ് ആൻഡ് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അത് മെറ്റഡേറ്റയാണ്. ഇത് ഫോഴ്സ്ഫുൾ അല്ല, ഓപ്ഷണലാണ്. പിന്നെ അനോട്ടേഷൻസ് ഫങ്ഷൻസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ പൈത്തൺ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള എൻ്റെ കൺസേൺ അല്ല. പൈത്തൺ ബിഹൈൻഡ് ദ സീൻ എങ്ങനെ റൺ ചെയ്യുന്നു എന്ന് വെച്ചാൽ എഞ്ചിൻ എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കത്തില്ല. പിസ്റ്റൺ ഉണ്ട്, ബാക്കി ഫ്യൂൽ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് പൈത്തൺ ഇതിനെ എങ്ങനെയായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ പൈത്തൺ എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ ഏതൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കിയാലും ഓബ്ജക്റ്റിൻ്റെ അനോട്ടേഷൻ ഡണ്ടർ അനോട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡണ്ടർ മെത്തേഡ് ഉണ്ട്. സ്പെഷ്യൽ മെത്തേഡാണ്, നമുക്ക് ക്ലാസസിൻ്റെ കേസിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ട്യൂപ്പിളായിട്ട് നമ്മളിതിനെ ട്യൂപ്പിളാണെന്ന് പറഞ്ഞില്ല, ഡിക്ഷണറി ആയിട്ട് നമ്മളിതിനെ സ്റ്റോർ ചെയ്യുന്നത് എന്താണ് നമ്മൾ കൊടുത്ത അനോട്ടേഷൻ എന്നുള്ളത്. അത് വെച്ചിട്ടാണ് പൈത്തൺ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇഫ് ദ യൂസർ പാസ് ദ റൈറ്റ് കമാൻഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ IDയിലൊക്കെ കൊടുക്കാൻ പറ്റും കറക്റ്റായിട്ടാണോ യൂസർ ഡേറ്റ പാസ് ചെയ്യുന്നത്. സോ വാട്ട് ക്യാൻ ബി ആഡഡ് ആസ് അനോട്ടേഷൻ? നമുക്ക് ഡേറ്റ ടൈപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റം മെറ്റഡേറ്റ ടൈപ്പ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം.
ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫീൽഡ് വാലിഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ലെങ്ത് ബൗണ്ട് ഓട്ടോമാറ്റിക്കലി. പിന്നെ പ്രൊവൈഡ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കൺസെൻറ്റ് ഫോർ ഡോക്യുമെൻറ്റേഷൻസ്. റൈറ്റ് ക്ലീൻ കോഡ് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ല പ്രോ കോഡർ ആവുമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അനോട്ടേഷൻസ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ ടൈപ്പ് സേഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, കാരണം അത് തന്നെ നമുക്ക് ഹിൻഡ് തരും. നമ്മൾ ID ഉപയോഗിക്കുമ്പോൾ കാണത്തില്ല അതൊരു ഒബ്ജക്റ്റാണ്. പൈത്തൺ തന്നെ ഒരു സജഷനൊക്കെ തരും. പിന്നെ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ ചില കാര്യങ്ങളങ്ങ് ചെയ്ത് കളയും, ഓട്ടോമേറ്റ് ചെയ്ത് കളയും. പിന്നെ ഹൂ ക്യാൻ സീ അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതരുത് ഈ സാധനം എഴുതുന്നത് നമ്മൾ എൻഡ് യൂസേഴ്സാണെന്ന് കരുതുകയും ചെയ്യരുത്, മണ്ടത്തരമാണ്. അത് നമ്മളെപ്പോലുള്ള ഡെവലപ്പർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതേപോലെ മറ്റൊരു പൈത്തൺ ഡെവലപ്പർ ഉണ്ടാക്കിയ കോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ടിട്ടാണ് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അനോട്ടേഷൻസ് ഉണ്ടാക്കിയേക്കുന്നത്. അതെന്തിനും IDയിലും നമ്മൾ VS കോഡ് പൈച്ചാമൊക്കെ പോലുള്ള ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇത് എന്തിനു വേണ്ടി ഓട്ടോ കംപ്ലീഷന് വേണ്ടി ഉപയോഗിക്കാം, ടൂൾ ടിപ്സിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അതുപോലെ ഡോക്യുമെൻറ്റേഷൻ. നമ്മളൊരു ടൂൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊരു ടിപ്പ് കാണിക്കും, എങ്ങനെയായിരിക്കും ക്ലാസ് ഡിഫൈൻ ചെയ്യേണ്ടതെന്നുള്ള ടിപ്സൊക്കെ കാണിക്കും. അതൊക്കെ അനോട്ടേഷൻസിൻ്റെ ഭാഗമാണ്. പിന്നെ പൈത്തൺ ഇറ്റ്സെൽഫ് വിത്ത് അനോട്ടേഷൻസ് മെത്തേഡ്, ഇത് വെച്ചിട്ടാണ് പൈത്തൺ തന്നെ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ അനോട്ടേഷൻ നോക്കിയിട്ടാണ് അതിൻ്റെ പറയത്തില്ലയോ റിക്വയർഡ് പാരാമീറ്റർ 1 മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നത്. ഈ പറഞ്ഞ റിക്വയർഡ് ഈ പറഞ്ഞ ഈ ഒരു സാധനം കൊടുത്തിട്ടാണ്. അത് ജസ്റ്റ് 1 ലെങ്ത് ഒക്കെ നോക്കുക, എത്ര പാരാമീറ്റർ കൊടുത്തു, കൊടുത്തതിൻ്റെ ലെങ്ത് എത്രയാണ്, ക്യാരക്ടർ ലെങ്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യം നോക്കിയിട്ടായിരിക്കും കൊടുക്കുക. പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടൂൾസ് ആൻഡ് ഫ്രെയിംവർക്സ് അതിൻ്റെ ടൈപ്പ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടും, ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടും, വാലിഡേറ്റ് റിക്വസ്റ്റ് ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അനോട്ടേഷൻസ് ഉപയോഗിക്കാം. അപ്പം അനോട്ടേഷൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം വെച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രോസസ്സ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ID എന്നും ഡേറ്റ എന്ന് പറഞ്ഞ 2 ഡേറ്റ ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, 2 വേരിയബിൾസ്. അതിനെ കോളൻ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കോളൻ ഇട്ടപ്പോൾ കീ വാല്യൂ പേഴ്സിലൊരു എറർ വന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ദിസ് ഇസ് ദ റീസൺ. കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വാല്യൂ, അത് അനോട്ടേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ സൈൻ കൊടുത്തത്. ഇപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ മാറി. ഓക്കെ, നമ്മളെവിടെയാണ് കൊടുത്തത്? ഇവിടെ ഇതിനെ കോൾ ചെയ്തപ്പോൾ ഇങ്ങനെ കൊടുത്തില്ല. അല്ല, ഇത് നമ്മൾ പറഞ്ഞ വാല്യൂ. എന്നാലും ഈ പറഞ്ഞ സെഗ്രിഗേഷൻ ബിറ്റ്വീൻ ഈക്വൽ 2 വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ ആക്കിയത് ഈ കോളൻ വേറെ സാധനത്തിന് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ മെറ്റഡാറ്റയാണ്. എന്ന് വെച്ചാൽ പ്രൈമറി കീ, ജേസൺ, ബ്ലോബ് എന്ന് പറഞ്ഞാണ്. സ്റ്റാറ്റസ് കോഡ് എന്ന് പറഞ്ഞത് അതിൻ്റെ എക്സിറ്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡാഷ് വിത്ത് ആൻ ആരോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടാണ് പറയുന്നത്. റിട്ടേൺ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നില്ല, അതിനുശേഷം നമ്മളിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റാണോ അതിൻ്റെ ഒബ്ജക്റ്റിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് ഉള്ളതുപോലെ അനോട്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പൈത്തൻ്റെ റിസർവ്ഡ് മെത്തേഡാണ്, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അപ്പം ആ മെത്തേഡിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾ എന്തൊക്കെ മെത്തേഡേറ്റേഴ്സ് പാസ് ചെയ്തിട്ടുണ്ടെന്നത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഞാനത് റൺ ചെയ്ത് നോക്കാമെന്ന്. ഫങ്ഷൻസ് ലൈൻ നമ്പർ 80. ഓക്കെ, റണ്ണിങ്. നമ്മൾ ഇതുണ്ട് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞ എവിടെയാണെന്ന്, പ്രിൻ്റ് പ്രോസസ് അനോട്ടേഷൻസ് പറഞ്ഞു. അപ്പോൾ എന്ത് അനോട്ടേഷൻ്റെ ഡിക്ഷണറിയാണ്. ID ഈസ് പ്രൈമറി കീ, ഡേറ്റ, റിട്ടേൺ സ്റ്റാറ്റസ്, 3 മെറ്റാഡേറ്റാസ് ഉള്ള ഓരോന്നിൻ്റെ മെറ്റാഡേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെയാണ് പൈത്തൺ മനസ്സിലാക്കുന്നത്. അനോട്ടേഷൻസിൻ്റെ വാല്യൂ എടുക്കും, എന്നിട്ട് ഓരോ കീയെയും കോൾ ചെയ്ത് നോക്കും, എന്നിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെയാണ് പൈത്തൺ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് VS കോഡിലേക്ക് പോകും, അതാണ് അവിടെയാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചിട്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. ഗ്രീറ്റ് എന്ത് റിട്ടേൺ ചെയ്യുന്നു? ഫംഗ്ഷൻ പറയുന്നു ഹലോ യൂസർ. അപ്പോൾ യൂസർ എന്താണ്? ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? യൂസറെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനകത്ത് അനോട്ടേഷൻസ് വരുമ്പോഴാണ് ഫംഗ്ഷൻ കുറച്ചുകൂടെ ഒന്ന് ബ്രാക്കറ്റുകളൊക്കെ വലുതാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോളൻ കൊണ്ട് പറയുകയാണ് ഇത് സ്ട്രിങ് ആണ്. കാരണം സ്ട്രിങ് പാസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് സ്ട്രിങ്ങേ പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല പറഞ്ഞത്, സ്ട്രിങ് പാസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പറയാം റിട്ടേൺ എന്താണ്? നമ്മളുടെ റിട്ടേൺ ഫംഗ്ഷൻ എന്താണ്? ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു ഫംഗ്ഷൻ്റെ കേസിൽ. ഫംഗ്ഷൻ ടേക്സ് സം ആർഗ്യുമെൻറ്റ്സ് ആസ് എ ഡേറ്റ ടൈപ്പ്. ഫംഗ്ഷൻ റിട്ടേൺസ് സംതിങ്. ചിലപ്പോൾ ഡേറ്റ ടൈപ്പ് ആവാം, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആവാം, ചിലപ്പോൾ മറ്റൊരു ഫംഗ്ഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു റിട്ടേൺ ഒരു സ്ട്രിങ് ആണ്, കാരണം ഇതൊരു സ്ട്രിങ് അല്ലേ. അപ്പോൾ ഞാനതിനെ കോൾ ചെയ്യാണ് പ്രിൻറ്റ് ഗ്രീറ്റ് വിത്ത് അബു ഹാരിസ്. അപ്പോൾ അത് റൺ ചെയ്തു. വെൽക്കം ഹലോ അബു ഹാരിസ് എന്ന് പറഞ്ഞു. ഞാൻ അതിനെ മാറ്റിയിട്ട് നമ്പർ കൊടുക്കുകയാണ്.
എറർ വരുന്നുണ്ടോ നോക്കാം. അനോട്ടേഷൻ സ്ട്രിങ് പറഞ്ഞിടത്തില്ലേ, കുഴപ്പമില്ല. ഹലോ ട്രൂ, അത് നേരത്തെ പറഞ്ഞത് ഫോഴ്സ്ഫുൾ അല്ല, ഓപ്ഷണലാണ്. നിങ്ങൾ കൊടുത്താൽ മറ്റുള്ളവർക്ക് ഒരു ഗുണം ഉണ്ടാവും, വായിച്ചു നോക്കാൻ മനസ്സിലാവും. കോഡ് എഴുതുമ്പോൾ അയാൾക്ക് ഹിൻഡ് കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആപ്പ് ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ടൊരു ഞാനൊരു ചുമ്മാ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയും, ഈ സെയിം സാധനത്തിൽ ഞാൻ കൊണ്ടിടുകയാണ് ഗ്രീറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗ്രീറ്റിനെ കോൾ ചെയ്യാണ്, പ്രിൻറ്റ് ഗ്രീറ്റ് ഫംഗ്ഷൻ ഞാൻ വിളിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ കണ്ടോ ഐ ഡിയിൽ തരുന്ന സജഷൻ കണ്ടോ, യൂസർ എന്ന് പറഞ്ഞ സ്ട്രിങ് ആയാൽ കൊള്ളാം, നിങ്ങൾക്ക് തിരിച്ചൊരു സ്ട്രിങ് ആയിട്ട് തിരിച്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ പറയണം അബു ഹാരിസ്. അപ്പോൾ അത് റൺ ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും, സെയിം റിസൾട്ട് തന്നെ ആയിരിക്കട്ടെ. പിന്നെ അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ കോളിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, കോൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. അതിലെന്ത് ചെയ്യും, ഡയൽ കോഡുണ്ട്. അതെന്താണ്, ഒരു ഇൻറ്റിജറാണ്. ഇങ്ങനെ എഴുതി പോയാൽ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും നിങ്ങൾ കോഡ് എഴുതുമ്പോൾ. പിന്നെ ഞാൻ പറയുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു, കൺട്രി വേണം. അപ്പോൾ ഞാൻ പറയുന്നത് സ്ട്രിങ് ആണ്. നിങ്ങൾ ആ ഡേറ്റ ടൈപ്സ് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഡേറ്റ ടൈപ്സ് പോയാൽ അതുകൊണ്ട് ഇതെല്ലാം പൊട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ ടൈപ്സിലാണ് കാര്യം ഇരിക്കുന്നത്, കോഡിലല്ല. സ്ട്രിങ് ആണ്. അതേപോലെ ഞാൻ പറയുന്നു നമ്പർ വേണം. നമ്പർ എന്താണ്, ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് എന്താണ് നമുക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ സംസാരിക്കേണ്ട, നമുക്കത് തിരിച്ചു വരാം എന്താണ് എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണ് റിട്ടേൺ ഞാനിപ്പോൾ എന്ത് ചെയ്ത് നമ്പർ എന്ന് കൊടുക്കുന്നുള്ളൂ, 12 എന്നേ കൊടുക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ലോജിക്ക് എഴുതുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 12 എന്താണ്, ഒരു ഇൻറ്റിജറാണ്. അതിന് പകരം ഞാൻ റിട്ടേൺ കൊടുക്കുന്നത് എന്താണ്, മറ്റൊരു ലിസ്റ്റ് ആണെങ്കിലോ ഞാൻ ഇവിടെ പറയും ലിസ്റ്റാണെന്ന് പറയും. അതല്ല മറ്റൊരു ഫംഗ്ഷൻ ആണെങ്കിലോ ഞാനിവിടെ പറയും ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ പറയും FN ആണ്, അല്ലെങ്കിൽ F ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു, ഞാൻ എന്താ ലിസ്റ്റ്, ഞങ്ങൾ കൃത്യമായിട്ട് പറയുമെന്ന് വേണ്ട. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം ലോജിക്ക് എഴുതാം. ദിസ് വുഡ് ബി എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് ഒരു നമ്പർ റിട്ടേൺ ചെയ്യുന്നു, ഞാൻ സേവ് ചെയ്യുന്നു. അത് ഞാൻ കോൾ ചെയ്തില്ലല്ലേ. അപ്പോൾ ഞാൻ പറയാണ് പ്രിൻറ്റ് കോൾ. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് പാരാമീറ്റർ കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. അതിപ്പോൾ ഇത് 91 ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ എന്ത് കോൾ ചെയ്യുന്ന സമയത്ത് എന്താ, ഇൻറ്റിജറാണ്. അത് കൊടുത്തു കഴിഞ്ഞുകൊണ്ടോ, ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നീലയായിരുന്നു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോമ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് മാറി, നെക്സ്റ്റ് അതിലേക്ക് പോയി. അതിനുശേഷം ഞാൻ പറയുന്നു ഇന്ത്യ സ്ട്രിങ് ആണ്. അതിനുശേഷം പറയുന്നു ഇൻറ്റിജർ, നമ്പർ എന്ന് പറഞ്ഞത് ഒരു ഇൻറ്റിജറാണ്, 1 2 3 4 5. അപ്പോൾ ഞാനിത് പറയുന്നത് എനി ടൈപ്പാണ്, കാരണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ടൈപ്പ്. പക്ഷേ ഇത് എവിടെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞ അനോട്ടേറ്റഡ് എന്ന് പറഞ്ഞ വേറെ സാധനമുണ്ട്, അത് പൈത്തൺ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പറഞ്ഞ ഇൻറ്റേർണൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പല ഫ്രെയിം വർക്കുകളും ടൂളുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കസ്റ്റം ലോജിക് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ടൂളുകളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇതേപോലുള്ള അനോട്ടേഷൻ, നമ്മൾ പറഞ്ഞ കസ്റ്റം ലോജിക്കുകളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ റൺ ചെയ്യുന്നു. സോറി, ഇതിനെന്താണ് പറയുക, സ്ട്രിങ്ങിൽ കൊടുക്കണം തോന്നുന്നു. നോക്കട്ടെ, നോക്കട്ടെ, എൻ്റെ സിൻറ്റാക്സ് ഞാൻ തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. കസ്റ്റം കസ്റ്റം ലോജിക്ക് മനസ്സിലായില്ല, കസ്റ്റം മറ്റേ ഡേറ്റ അതെന്ത് എറർ വന്നു. എനിക്കൊന്ന് കൊടുക്കുന്ന രീതി, അതിൻ്റെ സിൻറ്റാക്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഡസൻ മാറ്റർ. ഞാനിപ്പോൾ പറയുന്നത് ഇതൊരു ഇൻറ്റിജറാണ് റിട്ടേൺ കിട്ടുന്നത് പറഞ്ഞു. സോറി, അത് അല്ല, ഇൻറ്റിജറാണെന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു നമ്മൾ ഏതൊരു ഫംഗ്ഷൻ്റെയും കൂടെ അനോട്ടേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളിപ്പോൾ പറയാണ് കോൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് കിട്ടും. അങ്ങനെ അതിനകത്ത് കുറേ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഡണ്ടർ നെയിം കുറേ കേട്ടിട്ടുണ്ടാകും, പ്രോഗ്രാം എഴുതുമ്പോൾ കാണുന്നതായിരിക്കും. അത് നമുക്ക് നോക്കാം ഡണ്ടർ മെത്തേഡ്സ് എന്തൊക്കെയാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അണ്ടർസ്കോർ അനോട്ടേഷൻസ് ഉണ്ട്. അനോട്ടേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോളിൽ എന്തൊക്കെ അനോട്ടേഷൻസ് ഉണ്ടോ അതെല്ലാം ഒരു ഡിക്ഷണറി ആയിട്ട് കാണിച്ചു തരും. സോറി, ലാസ്റ്റത്തെ പാരാമീറ്റർ പാസ് ചെയ്തില്ല. 1 2 3 4 5 6 സേവ്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ഷണറി ആയിട്ട് കിട്ടി. നമുക്ക് അനോട്ടേഷൻസ് ചെക്ക് ചെയ്യാം. ഇതൊക്കെ പൈത്തൺ ഉപയോഗിക്കുന്നതാണ് അനോട്ടേഷൻസ് ഒക്കെ കേട്ടോ. സോ അത്രേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ വേണമെങ്കിൽ 2 എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഏതാ നമ്മുടെ കീവേഡ് ആർഗ്യുമെൻറ്റ്, പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഉദാഹരണം നമുക്കൊരു കാൽക്കുലേറ്റ് ടോട്ടൽ പ്രൈസ് ആണ്. നമുക്ക് ഒരു ടോട്ടൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനകത്ത് പ്രൈസ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് പാരാമീറ്ററും ഇതും റിക്വയർഡ് പൊസിഷണൽ പാരാമീറ്ററും, രണ്ടും റിക്വയർഡ് പൊസിഷണൽ പാരാമീറ്ററാണ്. ലാസ്റ്റത്തെ ഡിഫോൾട്ട് വാല്യൂ ആണ്. പ്രൈസും ക്വാണ്ടിറ്റിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ടാക്സ് കാണണമെങ്കിൽ ടാക്സ് കൊണ്ട് ഇപ്പോൾ ടാക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനിത് വീണ്ടും കോൾ ചെയ്യാണ്. അപ്പോൾ റിട്ടേൺ ആണ്, അതുകൊണ്ട് ഞാനിത് പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് കാൽക്കുലേറ്റ് അണ്ടർസ്കോർ ടോട്ടൽ. എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? പ്രൈസ് കൊടുക്കണം, ഇൻറ്റിജറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിങ്ങനെ കൊടുത്തു പോകാം. ഇവിടെ ഇൻറ്റിജർ കൊടുക്കുന്നു, പ്രൈസ് ഇൻറ്റിജർ ആവണമെന്ന് പറയുന്നു, ക്വാണ്ടിറ്റി ഇൻറ്റിജർ ആവണമെന്ന് പറയുന്നു, ടാക്സ് നിർബന്ധമില്ല, കൊടുക്കുകയാണെങ്കിൽ അതും ഇൻറ്റിജർ ആവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാല്യൂസ് പാസ് ചെയ്യുന്നു. 12, 10. അപ്പോൾ അത് 120 കിട്ടി. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിന് സെപ്പറേറ്റ് ചെയ്താണ്ടോ കോളൻ വിത്ത് ഈക്വൽസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷണൽ ആൻഡ് ഡിഫോൾട്ട് വാല്യൂ കീ വാല്യൂ പെയറായിട്ട് പാസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ കോളൻ കൊടുക്കുമ്പോൾ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ രണ്ടും കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സെഗ്രിഗേഷൻ. അപ്പോൾ നമ്മൾ ഡിക്ഷണറിയിൽ കോളനാണ് പഠിച്ചതെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കീവേഡ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഈക്വൽ സൈൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഇപ്പോൾ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് ഉണ്ട്, ഒരു 10% ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതും പാസ് ചെയ്യാം. സോ വിൽ ഗെറ്റ് എ റോങ് അനദർ വാല്യൂ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും എടുക്കുക, ഡിഫോൾട്ട് വാല്യൂ ആണ്. സോ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, എനിക്കൊന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം കോൺസെപ്റ്റിലേക്ക് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് പറഞ്ഞില്ല, എറർ ഹാൻഡ്ലിങ്. അത് ഞാൻ ക്ലാസ്സസ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ട്രൈ എക്സെപ്റ്റ് പഠിച്ചതിന് ശേഷം മോഡ്യൂൾസിലേക്ക് പോകാം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.